കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് സ്കൂളിലൊക്കെ പോയിട്ട് വന്നോ? അവിടെ പുതിയ കൂട്ടുകാരൊക്കെ വന്ന് കാണുമല്ലേ? ഇന്ന് എൻ്റെ സ്കൂളിലും പ്രവേശനോത്സവമായിരുന്നു. ഗവൺമെൻറ് UP സ്കൂൾ ഉപ്പുതോട്. പുതിയ കുറേ കൂട്ടുകാരൊക്കെ ഇന്ന് വന്നു. പുതിയ കൂട്ടുകാർക്കെല്ലാം സമ്മാനം നൽകി സ്വീകരിച്ചു. നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ? ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നാട്ടുകാര്, ഈ സ്കൂളിലെ അഭ്യകാംക്ഷികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിച്ച് സ്കൂളിന്റെ പുരോഗതിയിലേക്ക്, ഭൗതികമായ പുരോഗതിയിലേക്ക് നയിച്ച നമ്മുടെ ബഹുമാനായ PTA പ്രസിഡന്റ് ശ്രീ സീമോൻ വാസുവാണ് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ഷാരിഖോൾ അവറുകൾ, നമ്മുടെ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപക, ആപ്കോസിന്റെ പ്രസിഡന്റ് ശ്രീ സന്ദീപൻ കൊടുക്കുന്നതിന്, എൻ്റെ അധ്യാപകൻ വഴികടിയുമായ ശ്രീ അബ്രാം സാറ്, ശ്രീ ബേബി ചേട്ടൻ, നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് സോജി, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി നമ്മോടൊപ്പം എല്ലാ സമയത്തും സജീവമായി നമ്മോടൊപ്പം സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് അവരുകൾ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായി രാജാക്കന്മാരുടെ കൊണ്ട് തുപ്പിയൊക്കെ വെച്ച് നമ്മുടെ എപ്പോൾ സ്കൂളിൻ്റെ വരും വർഷങ്ങൾ ഭംഗിയാക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചുമക്കള്, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ബഹുമാനപ്പെട്ട PTA അംഗങ്ങള്, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, മറ്റ് വേദിയിലും സദസ്സിലും എത്തിയിരിക്കുന്ന ബഹുമാന്യരെ, ഇന്നത്തെ കാലം വളരെയേറെ സെലക്റ്റീവായിട്ടുള്ള വർഷങ്ങളാണ്. ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞുള്ളൊരു വർഷം നമ്മൾ പല വിഷയങ്ങളിലേക്ക് +2 അടക്കമുള്ള പഠന രീതികളിലേക്ക് മാറുമ്പോൾ ഏതാണ്ട് 200-ൽ പരം പഠന സൗകര്യങ്ങളിലേക്ക് മാറാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 90-കളിലൊക്കെ ആണെങ്കിൽ ആവറേജ് പഠന കാര്യങ്ങളിലെത്തി കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്നത്തെ പ്രീ-ഡിഗ്രി കഴിഞ്ഞാൽ 4 ഗ്രൂപ്പുകൾ എടുത്ത് പഠിക്കാം. ആ 4 ഗ്രൂപ്പിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനമാണെങ്കിൽ അത് 200-ന് മുകളിലേക്ക് ശാഖകളായി വളർന്ന ഒരു കാലത്താണ് ഇപ്പോൾ ഇവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 5 വർഷം അല്ല 5 പഞ്ചായത്തുകളിലായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്ന 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ, അത് 130-ന് അടുത്തുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയാം, ഈ 5 പഞ്ചായത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള പേരൻസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് പറയാൻ കഴിയും ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്. എന്തുകൊണ്ട് എന്നുള്ളൊരു മറുപടി എനിക്ക് പറഞ്ഞേ പറ്റും. കഴിഞ്ഞ എല്ലാ സമയങ്ങളിലും ഞാൻ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നെ എനിക്കെന്ന് പറയാനുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിന് ഒരു വർണ്ണ തിളക്കമുണ്ടായ ദിവസങ്ങളുണ്ട്. ഓൾ കേരള ലെവലില് LSS USS പരീക്ഷ നടക്കുമ്പോൾ സാധാരണ സ്കൂളിൽ നിന്ന് നമ്മൾ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് എത്രയാണ്? മാക്സിമം പോയാൽ ഒരു 5 കുട്ടികൾ താഴെ സ്കൂളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. 5 കുട്ടികൾ. എന്നാൽ നമ്മുടെ സ്കൂളില് മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിക്കുക. എന്നാലോചിച്ചേക്ക്, നമ്മുടെ സ്കൂളുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന പൊതുപ്രവർത്തകരൊക്കെ അറിയേണ്ട സംഭവം. സെലക്റ്റീവായിട്ട് ഇപ്പം 100 കുട്ടികൾ, നമ്മുടെ തൊട്ടടുത്ത് 15 കിലോമീറ്ററിനുള്ളിലായിട്ട് 100 കുട്ടികൾ, 150 കുട്ടികളോളം പഠിക്കുന്ന സ്കൂളിൽ നിന്ന് സെലക്റ്റീവായിട്ട് പരീക്ഷ എഴുതിയത് 20-ൽ താഴെ കുട്ടികളാണ്. അവർക്ക് സെലക്ഷൻ കിട്ടിയുള്ളൂ. പക്ഷെ നമ്മുടെ സ്കൂളിൽ 15 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 15 കുട്ടികൾക്ക് സെലക്ഷൻ.
അതിൽ 50% വിജയം നമ്മുടെ സ്കൂളിൽ കരസ്ഥമാക്കാൻ പറ്റും. അതെ, കൈയടിച്ചവർക്ക് ഒന്നര ഒച്ചയടിക്കാം, നിങ്ങൾ അതിനെ അർഹതപ്പെട്ടവരാണ്. 50% വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ സ്കൂളിൽ സാധിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജിൻസിജോയ് അവറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ മെമ്പറുമായ രജനി ടോമി അവറുകൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ 2 വ്യക്തിത്വങ്ങൾക്കും ആദരവോടെ സ്വാഗതം ആശംസിച്ചു. പോരാ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ലൈവായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ്. ഒന്നുകൂടെ ശക്തമായിട്ട് അപ്പോൾ ഒന്നാലോചിച്ച് നോക്കണം, LSS US പരീക്ഷ മറ്റ് സ്കൂളുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 200-ൽ പരം അല്ലെങ്കിൽ 150-ൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അവരുടെ ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്ക് 7-ൽ താഴെയാണ് എങ്കിൽ നമ്മുടെ സ്കൂളിന്റെ നിലവാരം എന്ന് പറയുന്നത് 50%-ന് മുകളിൽ. ഒരിക്കലും കൂടി പറയാം, 50%-ന് മുകളിൽ. ഈ 50%-ന് മുകളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട പേരൻസ് സെലക്റ്റീവ് ആയ കാരണം മാത്രമാണ്. ഏറ്റവും നല്ല മികവാർന്ന പ്രദേശങ്ങൾ അല്ലെ പഠിക്കാനുള്ള പഠന സമയങ്ങൾ കണ്ടെത്തി കുട്ടികളെ സെലക്ട് ചെയ്തതിൽ ഏറ്റവും വളരെ അഭിമാനത്തോടെ പേരൻസിന് അഭിമാനിക്കാം. അത് ആത്മാർത്ഥമായി പറയാൻ സാധിക്കും. അത് മാത്രവുമല്ല, രാവിലെ 9 മണിക്ക് മുമ്പ് ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് അപ്പം തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുക. എന്നതാ കൊടുക്കുന്നത്? ഇന്നത്തെ കാലത്ത് PSC പരീക്ഷ അഭിമുഖീകരിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഈ ഇരിക്കുന്നതിൽ ഏതൊരു ജനപ്രതിനിധികൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, കുട്ടികൾ 5-ന് മുകളിൽ ആൻസർ പറയും. നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ 5-ന് മുകളിൽ ഏത് വിഷയം പറഞ്ഞാലും 5 വിഷയത്തിന് മുകളിൽ അല്ലെങ്കിൽ 5 ആൻസറിന് മുകളിൽ കുട്ടികൾ പറയുന്നുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. ഞാനത് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ വീട്ടിലും ഒരു സ്കോളർഷിപ്പ് കിട്ടി, എൻ്റെ മോക്കും കിട്ടി. യഥാർത്ഥത്തില് വീട്ടിലിരുന്ന് ഞാനോ എൻ്റെ ഭാര്യയോ ആ കുട്ടിക്ക് ട്രെയിനിങ്ങുമായി ബന്ധപ്പെടുത്തി യാതൊരുവിധ ഒരു അഡീഷണൽ ക്ലാസ്സും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ടീച്ചേഴ്സിന്റെ പ്രയത്നം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി പ്രയത്നിച്ച LSS-ഉം USS-ഉം കരസ്ഥമാക്കുവാൻ പ്രയത്നിച്ച ബഹുമാനപ്പെട്ട ജിൻസി ടീച്ചറിനും ദീപ ടീച്ചറിനും PTA ഭാഗത്തുനിന്നുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും അറിയിച്ചു. അഭിമാനമാണ്, ഉപ്പുതോടിന് അഭിമാനമാണ്, സ്കൂളിന് അഭിമാനമാണ്, നമ്മുടെ പഠന നിലവാരത്തിന് അഭിമാനമാണ് എന്ന് പറയുവാൻ ഒരിക്കലും കൂടി ആഗ്രഹിക്കുന്നു. തുടർന്ന് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മുടെ സ്കൂളിന്റെ പ്രാഥമികമായ എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആത്മാർത്ഥമായ സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർക്ക് ഇന്നത്തെ നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട പ്രസിഡന്റും തൊട്ടടുത്ത വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാം നമ്മോടൊപ്പം ലൈവായിട്ട് ഇന്നത്തെ പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ട്. ഈ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കിന്ന് ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ തിരക്കുള്ള ദിവസമാണ് ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മറ്റു സ്കൂളുകളിൽ കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതാണ്ട് 30-ന് മുകളിലുള്ള കുട്ടികളാണ് പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ ഓൾറെഡി ലൈവായിട്ട് എത്തിയിരിക്കുന്നത്. 25ഓളം കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ ആയിട്ടുണ്ട്. മറ്റു കുട്ടികളും കൂടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ സ്കൂള് ഇന്നത്തെ കാലത്ത് എന്നോടൊപ്പം പഠിച്ച പല സഹപാഠികളുടെയും മക്കള് ഇന്ന് വിദേശങ്ങളിലോ അല്ലെങ്കിൽ രാജ്യം വിട്ടോ കൂടുന്ന കാലത്ത് നമ്മുടെ സ്കൂളിലേക്ക് ഇത്രയും കുട്ടികൾ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ അഭിമാനമാണ്. നമ്മുടെ സ്കൂള് ഒരു ഉയർച്ചയുടെ വക്കിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വരും ദിവസങ്ങളിൽ നമ്മുടെ പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിനുമായി കൊച്ചുമക്കളെ സമർപ്പിച്ച ഓരോരുടെ പേരൻസിനും വരും വർഷങ്ങൾ വളരെ ഭംഗിയായി പഠിച്ച് ഈ രാജ്യം കീഴടക്കാനുള്ള കരുത്തരായിട്ടുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതിനുശേഷം ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് എനിക്കൊരു 2-3 മിനിറ്റ് കിട്ടണം. കാരണം ഈ പങ്കെടുത്ത കുറച്ച് ആളുകളുടെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ബഹുമാനോട് പ്രസിഡന്റ് പോകാൻ തിരക്കുണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ട് ലഭിക്കുന്നത്. 2-3 മിനിറ്റുകളിൽ സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. ഉദ്ഘാടനം 2025-26 അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം നവീകരിച്ച പുതുതായി പണ്ഡിത ബ്ലോക്കിന്റെ ഫലകം അനാച്ഛാദനവും നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൻസി ജോയിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
നമ്മുടെ കട്ടപ്പനയുടെ അഭിമാനമായി ഇന്ന് മാറിയിരിക്കുന്ന ഭീമ ജുവലേഴ്സിലെ ആളുകളും ആണ് നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി ധാരാളം സമ്മാനങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വിജയികളായ കുട്ടികൾക്കും അതോടൊപ്പം മറ്റ് നവാഗതരായ കുട്ടികൾക്കും വേണ്ടി ധാരാളം സമ്മാനങ്ങൾ അവര് കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഭീമ ജുവലേഴ്സ് ഉയരട്ടെ. അതിനുവേണ്ടി ഹൈറേഞ്ചിലെ എല്ലാ മനുഷ്യരുടെയും സഹകരണവും കൈത്താങ്ങും എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനത്തോടെ ഉപ്പുതോട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഭാഗമാകാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ സന്മനസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെയും ഞങ്ങളുടെ സ്കൂളിലേക്ക് ഏറെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് സോജി, MPTA പ്രസിഡന്റ്, മറ്റ് അധ്യാപകരെ, കടന്നു വന്നിരിക്കുന്ന ഭീമ ജുവലറിയുടെ ടീം, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, 2 മാസത്തെ മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് ഒരാഴ്ചത്തെ കാലവർഷത്തിന്റെ പീഡകളെല്ലാം മറന്ന് ഇന്ന് നമ്മള് 10 മാസത്തെ വിദ്യകൾ അഭ്യസിക്കാനും നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. 25-30 കുട്ടികളാണ് UP സ്കൂളിലേക്ക് പുതിയ അഡ്മിഷൻ എടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കൊച്ചു കൊച്ചു തമാശകളും കൊച്ചു കൊച്ചു കൂട്ടായ്മകളും എല്ലാം പങ്കുവയ്ക്കാൻ ഒരു വേദി. ഒരാഴ്ചത്തെ പഠന പ്രവർത്തനങ്ങൾക്ക് പകരമായി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് പ്രത്യേക നിർദ്ദേശങ്ങളുമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റ് പ്രവൃത്തികളിലൊന്നും ചാടാതെ, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ പഠനം എന്ന ലഹരിക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഇവിടുന്ന് പ്രിയപ്പെട്ട കുട്ടികള് LSS USS സ്കോളർഷിപ്പ് കിട്ടി ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂളിനെ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും മരിയാവരം പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേടുകയാണ്. വേനലവധിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരെല്ലാം, കുറച്ച് കൂട്ടുകാരെ ഇവിടുന്ന് മറ്റ് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുത്തു പോയപ്പോൾ മറ്റ് പുതിയ ഒരു സ്കൂളിലേക്കും പുതിയ ടീച്ചേഴ്സിന്റെ അടുത്തിലേക്കും വന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ചിരിയും കളിയും ചിരിയുമായി അവര് ഇങ്ങനെ പുതിയ സ്കൂൾ ബാഗിനെയും പുതിയ പഠനോപകരണങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ട് കണ്ണുകൾ അതിലേക്കാണ് മുടക്കിയിരിക്കുന്നത്. ഒന്നാമത് കുറച്ച് താമസിച്ചു ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടാൻ വേണ്ടി തന്നെ. എന്നിരുന്നാലും ഇവിടെ മറ്റൊരു പ്രക്രിയ കൂടെ നടക്കുന്നുണ്ട്. ഈ സ്കൂളിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരു ഹാള് നിർമ്മാണം പൂർത്തിയാക്കി, കുറച്ച് നിർമ്മാണം കൂടെ പൂർത്തിയാക്കുന്നുണ്ട്. അത് ഈ വർഷം തീരും. ഒരു 2 ലക്ഷം രൂപയും കൂടെ അതിനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡെന്നി മോൾക്ക് മെഡിക്കൽ അവധിയെടുത്ത വീട്ടിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ബഹുമാനപ്പെട്ട മെമ്പറിന്റെ അസാന്നിധ്യത്തിലാണ് ഇന്നിവിടെ ഈ ഉദ്ഘാടന പരിപാടികൾ നടത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഡെന്നിയുടെ എപ്പോഴും ഡെന്നിക്ക് ഒരു വാക്കേ ഉണ്ടായിരുന്നല്ലോ, സ്കൂളിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം. ഏത് പദ്ധതിയിലും ഏത് വർഷത്തെ പദ്ധതി പറഞ്ഞാലും ഉപ്പുതോട് സ്കൂളിന്റെ കാര്യം പറയാത്ത അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കാത്ത ഒരു പദ്ധതി ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് നടത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രവേശനോത്സവത്തിന്റെ ആശംസകൾ നേരുന്നതോടൊപ്പം 2 പ്രോഗ്രാമും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനിയായ പ്രസിഡന്റ്, അങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്കായി ലഭിച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ ഒന്ന് സൈലോഫോൺ ടേബിളിലുണ്ട്. അതിൽ നിന്ന് ഒരു സംഗീതം മീട്ടിയാണ് നമ്മുടെ ബഹുമാനിയ പ്രസിഡന്റ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഹർഷാരവത്തോടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എഴുന്നേറ്റ് നിന്ന് പങ്കുകൊള്ളാം. തീർച്ചയായും പ്രസിഡന്റ് ഒരു സംഗീതജ്ഞയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഫലകം അനാച്ഛാദനം ചെയ്യാനും കൂടി വിനിപൂർവ്വം ക്ഷണിക്കുന്നു.
താങ്ക് യു മേഡം. നമ്മുടെ പുതിയ അധ്യയന വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രഭാതത്തിന്റെ ആരംഭം ദിവസത്തിന്റെ ലക്ഷണം പറയുന്നു. ബാല്യം ജീവിതത്തിന്റെ ലക്ഷ്യവും ജീവിതത്തിന്റെ ലക്ഷണവും. Respected dignitaries on the dais, my dear students, teachers, and dear parents, and all other well-wishers, a warm and heartfelt welcome to each and every one of you. While sitting there along with the dignitaries, I was looking at your beautiful faces, and it gives me great pleasure to watch your bright faces once again on this brand new day of our new academic year. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയം മാതൃഭാഷയിൽ അഭിമാനം കൊള്ളുന്നു, മാതൃഭാഷയിൽ അധ്യയനം നടത്തുന്നു. പക്ഷേ തുല്യ പ്രാധാന്യം ഇന്റർനാഷണൽ ലാംഗ്വേജായ ഇംഗ്ലീഷിനും കൊടുക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും 2 മാസത്തെ അവധിക്കാലം വീട്ടിലായിരുന്നു, വീട്ടുകാരോടൊപ്പവും കൂട്ടുകാരോടൊപ്പവുമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ഉറച്ചിരിക്കുന്ന, അടിസ്ഥാനമായി കിട്ടിയിരിക്കുന്ന ചില ഇംഗ്ലീഷ് ശേഷികൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Am I sure? Okay, I'm so happy to hear your yes. And I hope your holidays were very bright and filled with fun moments, fun and happy moments. Did you enjoy your holidays? Yes. Okay, and I think you were waiting for the reopening of your school. Are you waiting, or were you waiting for the reopening day? Okay, some of you, കുറച്ച് പേര് yes പറയുന്നു, കുറച്ച് പേര് അത്ര yes അല്ല എന്ന് തോന്നുന്നു. എങ്കിലും ഈ ഒരു ദിവസത്തിനുള്ള ശേഷമാകുമ്പോൾ നിങ്ങളുടെ എല്ലാ ശബ്ദം yes ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രമേൽ നിങ്ങൾ നമ്മുടെ വിദ്യാലയത്തെ, നമ്മുടെ ഈ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. അത് നിങ്ങൾ യാത്ര പറയുന്ന വേളയിൽ മാർച്ച് 28 ഇവിടെ നിന്ന് വിട പറയുമ്പോഴും നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് വല്ലാണ്ട് നിങ്ങളുടെ സ്കൂൾ മിസ് ചെയ്യും. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് ഇവിടെ പഠിച്ചുപോയ കുട്ടികൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും അകന്നതിന്റെ ഒരു ചെറിയ വേദനയിലായിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പോടെ പറയാൻ സാധിക്കും. എനിവേ, നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫേസസ് വീണ്ടും കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്ക് തുടരണം. നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ വളർച്ച എല്ലാം നമുക്ക് തുടരണം. ഇന്ന് എന്ന് പറയുന്നത് വെറും ഒരു റീഓപ്പണിംഗ് ഡേ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം കൂടിയാണ്. നമുക്ക് ഏവർക്കും അറിയാം, കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും ഒരു ദിവസവും നമുക്ക് തിരികെ കിട്ടില്ല. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ ദിവസത്തിന്റെ മൂല്യം വളരെയേറെ വലുതാണ്. കാരണം ഓരോ ദിവസവും വളർച്ചയുടേതാണ്, പുതിയ പുതിയ കണ്ടെത്തലുകളുടേതാണ്. അതിലെല്ലാം ഉപരി നമ്മളിലുള്ള നമ്മളെ ഏറ്റവും മികച്ച വ്യക്തിത്വമാക്കി മാറ്റാൻ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും. ഇന്നലെ നമ്മൾ എന്തായിരുന്നോ, ഇന്നലെ എന്തെല്ലാം പിഴവുകൾ നമുക്ക് സംഭവിച്ചിരുന്നോ, അതിനെയെല്ലാം തിരുത്താനുള്ള അവസരം ഇന്ന് തരികയാണ്. ഇന്ന് കൊഴിഞ്ഞു വീണാൽ വീണ്ടും ഈ 2025 ജൂൺ 2 നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ തിരികെ കിട്ടുമോ? Yes or no? ഇല്ല. ഓരോ ദിവസത്തിന്റെയും ഓരോ നിമിഷത്തിന്റെയും മൂല്യമറിഞ്ഞ് നമുക്ക് വളരാം. അപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ പാഠ്യപദ്ധതിക്ക് അപ്പുറം മാനവിക മൂല്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. കാരണം പത്രമാസികകളോ സാമൂഹ്യ മാധ്യമങ്ങളോ എടുത്താൽ നമുക്കറിയാം, വെറും A+ കൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന ജോലി കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒരിടത്തും എത്തുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് വട്ടപൂജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തിത്വങ്ങളെയും പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ഷരങ്ങളോടൊപ്പം ജീവിത മൂല്യം ഏറ്റവും കൂടുതലായി നമ്മോട് ചേർത്ത് വെക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്,
പ്രഭാതം ദിവസത്തിന്റെ ലക്ഷണം പറയുന്നു എന്ന്. കഴിഞ്ഞ ഒരു ആഴ്ചയായി നമ്മൾക്ക് കടുത്ത മഴയുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പേടിച്ചു പോയോ? ഓക്കെ, മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായിരുന്നു. ഈ ഭീതിയിലൂടെയെല്ലാം നമ്മൾ ഓരോരുത്തരും കടന്നുപോയതാണ് ഞാനും. ഈ മഴക്കിടയിലും നിങ്ങളുടെ വിദ്യാലയം ഇന്നത്തെ ദിവസം മനോഹരമായി പ്രവർത്തന സജ്ജമാകുന്നതിന് വേണ്ടി ഞങ്ങൾ അധ്യാപകർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തിന്റെ ആ ഒരാഴ്ച മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കും ദിവസത്തിന്റെ ലക്ഷണം. ആ ലക്ഷണം പറയും ഇന്ന് ഫുൾ മഴയായിരിക്കും, എന്ത് സംഭവിക്കാം, എങ്കിലും പറയേണ്ടത് കൊണ്ട് വന്നു, ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. അതുപോലെ തന്നെയാണ് ബാല്യം ജീവിതത്തിന്റെ ലക്ഷണം പറയുമെന്ന് ഞാൻ പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് നോക്കി കാലാവസ്ഥ നോക്കി ദിവസത്തിന്റെ ലക്ഷണം പറയുന്നത് പോലെ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ എന്തെല്ലാം മൂല്യങ്ങൾ ആർജിച്ചെടുക്കുന്നുണ്ടോ? അക്ഷരങ്ങളോടൊപ്പം ആർജിച്ച മൂല്യങ്ങൾ, അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ സാമൂഹ്യ സ്ഥിതിയോ നോക്കിയല്ല, മൂല്യങ്ങൾ അടിത്തറ പാകി നമ്മൾ വളരുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ എത്തിയാലും നമ്മൾ അത് കൈവിടില്ല. ഏത് സ്ഥാനമാനങ്ങളിൽ എത്തിയാലും ആ മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കും. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ വീണ്ടും വീണ്ടും എനിക്ക് ആവർത്തിച്ച് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ മൂല്യങ്ങളെ കൈവിടാൻ പാടില്ല. നല്ലത് ചെയ്യുക, നല്ലത് കേൾക്കുക എന്നതിന് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാവും നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഉപ്പുതോടിന്റെ അഭിമാനമായി നമ്മുടെ നാട്ടിലുള്ള വിശിഷ്ട വ്യക്തികളടക്കം ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഉറപ്പു തരികയാണ്, നമ്മുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഉപ്പുതോട് ഗ്രാമത്തിന്റെ അഭിമാനമായിരിക്കും. അതിന് നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞിരുന്ന സ്നേഹവും സപ്പോർട്ടും വളരെയേറെ വിലമതിക്കാനാവാത്തതാണ്. ഞാൻ ഏറെയൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ കിരീടം വച്ചിരിക്കുന്ന കൊച്ചു രാജാക്കന്മാരും രാജകുമാരിമാരും ഒക്കെ ഇവിടെ അക്ഷമരാണ്. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. അതുകൊണ്ട് ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വളരെ നല്ല ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. ഒപ്പം ഈ വേദിയിൽ പറയണമോ എന്ന് ഞാൻ 2 പ്രാവശ്യം ആലോചിച്ച ഒരു കാര്യം കൂടി പറയുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളേവരും, വേദിയിലുള്ളവരും എനിക്ക് മുന്നിലുള്ളവരും എല്ലാവരും തന്ന സ്നേഹത്തിന്, സപ്പോർട്ടിന് വളരെയേറെ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപിക എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ ദിവസമാണ്. എങ്കിലും ഈ നാടും ഈ വിദ്യാലയവും നിങ്ങൾ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും എന്നും എന്റെ മനസ്സിലുണ്ടാവും. ഏവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സൈലോഫോൺ എന്ന് പറയുന്ന സാധനം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് കോച്ചിങ് കൊടുത്ത ഉദ്ഘാടനം ചെയ്തു. എനിക്കാണെങ്കിൽ അതിന്റെ പേര് പോലും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ തോരണം പോലെ കെട്ടി തൂക്കിയിട്ടേക്കുന്ന കുരുടി സംവിധാനങ്ങളും എല്ലാം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കള് ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവും, കാര്യമായി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. സാധാരണഗതിയില് എന്റെയൊക്കെ സമയത്ത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് വലിയമായി കരഞ്ഞോണ്ടാ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ സ്കൂളിൽ പോകാനുള്ള ഒരു മഴ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിയും കിട്ടി. ഇപ്പൊ നിങ്ങൾ 3 വയസ്സായപ്പോ അംഗൻവാടിയില് LKG, UKG 2 മാസം അവധിയായതിന്റെ നിരാശയിലിരിക്കുമ്പോഴാണ് ഈ ജൂൺ മാസത്തെ ആദ്യ തിങ്കളാഴ്ച സ്കൂള് തുറക്കുക എന്ന് പറയുമ്പോഴുള്ള ആവേശത്തിന് നിങ്ങൾ വരുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാം സന്തോഷമുള്ളവരാണ്. പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്നത് മടിയുള്ളവരാണ്.
നിങ്ങൾക്ക് ഇവിടെ സൈലോഫോണ്, കുതിര, മറ്റേ പാർക്കിലൊക്കെ ഊർന്നിറങ്ങുന്ന അതിന്റെ പേര് ഈ സംഭവത്തിന്റെ എന്താണെങ്കിലും ഞങ്ങളുടെയൊക്കെ നിക്കൽ കീറുമെന്ന് പറഞ്ഞിരുന്ന സാധനം പാളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിറങ്ങും വന്ന് ഇറക്കത്തിലേക്ക് അത് കുറച്ചും കൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാരണവന്മാരുടെയൊക്കെ ടീച്ചർമാരുടെയൊക്കെ അനുവാദത്തോടെ നിറങ്ങാൻ പറ്റുന്ന സാധനം. ഞാൻ ഇന്നൊരു സ്കൂളിൽ പ്രവേശനോത്സവത്തിന് ഇങ്ങോട്ട് വരാൻ താമസിച്ചതിന്റെ കാര്യം എന്റെ വാർഡിലെ സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ സൈക്കിളാണ് കൊടുക്കണേ പുതിയതായിട്ട് വന്ന പിള്ളേർക്ക്. ഞാനൊക്കെ സൈക്കിളിൽ ചവിട്ടാൻ പഠിച്ചത് വീട്ടിൽ നിന്ന് ഒളിച്ച്. അന്ന് സൈക്കിള് ചവിട്ടുവാന്ന് പറഞ്ഞാല് സൈക്കിള് പഠിക്കുവാണെന്ന് പറഞ്ഞാല് തല്ല് കിട്ടുന്ന കാര്യമാണ്. അതേ കയറി തലേന്ന് മറിയാത്തതിന്റെ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സൈക്കിള് ചവിട്ടാനായിട്ട് നേരെ നയിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയാകുമ്പോ സൈക്കിള് മേടിച്ചു തരുക. കാലത്തിന്റെ ഒരു മാറ്റം. ഞങ്ങൾക്കൊക്കെ സ്കൂള് തുറക്കുന്ന ദിവസം ചിലപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, അന്ന് സന്തോഷമായിട്ട് വേറെ പഠിത്തീരുമില്ല, ഒന്നുമില്ല. രണ്ടാമത്തെ ദിവസം സാറ് പറയാ ബുക്കും കൊണ്ട് വന്നത്. ഈ പ്രാവശ്യം ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് ഒരു ആഴ്ചത്തേക്ക് പഠിപ്പിക്കണ്ടാണ്. ഇതിനങ്ങനെയല്ല പറയുന്നത്, ഒരാഴ്ചത്തേക്ക് പഠിപ്പിക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാ പറഞ്ഞേക്കുന്നത് കുട്ടികൾക്ക്. പക്ഷെ നമ്മൾ മാതാപിതാക്കള് പിള്ളേർക്ക് സ്കൂളുകളിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മാതാപിതാക്കൾക്ക് അന്ന് നിങ്ങളെ എന്നെയൊക്കെ കാരണവന്മാര് സ്കൂളിൽ വിട്ട ഒരു റിസ്ക് അല്ല ഇപ്പോൾ ഉള്ളത്. ഈ ഒരാഴ്ച നമ്മുടെ മുഴുവൻ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞതിന് ചുമ്മാതെ ഗവൺമെന്റ് പറഞ്ഞതല്ലാതെ സമീപകാലത്ത് പത്രങ്ങളിൽ ഏറ്റവും അധികം വാർത്ത വന്ന കാര്യം ലഹരി വേട്ട. ഹോസ്റ്റലിൽ നിന്ന് ലഹരി, വഴിയിൽ നിന്ന്, വീടുകളിൽ നിന്ന്. ശരിക്കും നമ്മുടെ കുട്ടികള് വളരുന്ന സാഹചര്യം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള, എപ്പോഴും നമുക്ക് നമ്മളുടെ കുട്ടികളെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമാണെന്നുള്ളത് കൊണ്ടാണ് MDMA എന്ന് പറയുന്ന സാധനം 5 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാല്, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാല് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. 5 വർഷം ഉപയോഗിച്ചാൽ 5 വർഷത്തിനപ്പുറത്തേക്ക് ആള് പോകില്ല. മിഠായി കൂടെ ലഹരി. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാരന്റിംഗ് എന്ന് പറയുന്നത് ചുമതല, ഏറ്റവും ഉത്തരവാദിത്വമുള്ള, വളരെയധികം
ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതേപോലുള്ള സ്കൂളുകളുടെ പ്രസക്തി. ഉപ്പുതോട് ഗവൺമെന്റ് UPSന്റെ പ്രസക്തി, 9 മണിക്ക് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള ക്ലാസ് ഓരോ കുട്ടിയെയും തിരിച്ചറിയുന്ന, ഓരോ കുട്ടിയുടെയും സ്വഭാവ മാറ്റം തിരിച്ചറിയുന്ന അധ്യാപകര്, നമ്മളെക്കാൾ നമ്മളുടെ കുട്ടികളെ നിശ്ചയമുള്ള അധ്യാപകര്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മറ്റുള്ള സ്കൂളുകളിലൊന്നും ഒരുപക്ഷെ നിങ്ങളെല്ലാം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുന്നു എന്ന് കരുതുന്ന സ്കൂളുകളിൽ ഒന്നുമില്ലാത്ത ആ ഒരു സാഹചര്യമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യത. അതാണ് ഉപ്പുതോടിലെ മാതാപിതാക്കൾക്ക്, ഈ സ്കൂളിലെ മാതാപിതാക്കൾക്ക് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അത് പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മളുടെ കുട്ടികള് ഏറ്റവും നല്ല നിലയിൽ, ഏറ്റവും ശരിയായ രീതിയിൽ വളരുന്നു എന്ന് ഉറപ്പുണ്ടാക്കുന്ന തരത്തില് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഈ സ്കൂളിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവേശനോത്സവത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച കടമയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു, വെൽക്കം. ഏറെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, വലിയ 2 മാസത്തെ വേനലവധിക്കാലം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ കുഞ്ഞുങ്ങളായിരിക്കുക. അവർക്ക് അവരുടെ കൈ നിറച്ച സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പിലൂടെയും അതുപോലെ തന്നെ ഭീമ ജ്വല്ലേഴ്സിന്റെ അവർ വളരെയധികം കാര്യക്ഷമതയോടുകൂടി നിങ്ങൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടണം, നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ലേഖ മിസ്സാണെങ്കിലും ഇപ്പൊ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ടീച്ചറെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇനി കുയിലുമലയ്ക്കാണ് പോകുന്നത്, കോഴിമലയ്ക്ക്. അപ്പോൾ ടീച്ചറിന് ഇനിയിപ്പോൾ ആ വിജയം വളരെയധികം നല്ല ഒരു പ്രാസംഗിക കൂടിയാണ് ടീച്ചർ. അപ്പൊ തുടർന്ന് അവിടെ ചെല്ലുമ്പോൾ എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങള് ഒന്നാമതാണ്. അതിന് ഏറ്റവും മികച്ച ഒരു അധ്യാപകരുടെ അക്ഷീണമായ ഒരു പ്രയത്നവും അതുപോലെ തന്നെ സ്കൂൾ PTA അതുപോലെ തന്നെ എല്ലാവരും മാതാപിതാക്കളും ഓരോ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ വളർന്നു വരുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും മികച്ച വിജയം കരസ്ഥമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. അറിവിന്റെ നിറവിടങ്ങളായിട്ട് തീരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നന്മയുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമകളായി കൂടി തീരണമെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ മറ്റുള്ളവരെ ആദരിക്കേണ്ടതിന്റെയും സ്നേഹിക്കേണ്ടതിന്റെയും സാഹോദര്യത്തിൽ വളരുന്നതിന്റെയും എല്ലാം വളരെയധികം നല്ല പാഠങ്ങൾ നിങ്ങളുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കണം. എന്നാലേ നമുക്ക് പൂർണ്ണ വിജയത്തിൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടിലെ ഓരോ വ്യക്തികളുടെയും നല്ല മക്കളായിട്ട്, അതായത് നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നിപ്പോ പ്രവേശനോത്സവമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കവിതയാണ് ഇന്ന് നമ്മളിവിടെ പ്രവേശനോത്സവ ഗാനമായിട്ട് ഇന്ന് കേരളത്തിൽ മൊത്തം
കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭദ്ര എസ് എന്ന് പറയല്ല ഭദ്ര കിരൺ എന്ന് പറയുന്ന ഒരു കുട്ടി വളരെയധികം കഴിഞ്ഞ വർഷം തന്നെ ആ കൊച്ച് കവിത എഴുതി അയച്ചു കൊടുത്തെങ്കിലും അത് കഴിഞ്ഞ പ്രാവശ്യം അത് വന്നില്ല. ഈ പ്രാവശ്യം അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് നല്ല ചിട്ടയോടുകൂടി കുട്ടികളെ ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോ ഫുൾ A+, 10ാം ക്ലാസ്സിലെ ഫുൾ A+ കിട്ടിയ ആ കുട്ടിയാണ് ഈ പ്രാവശ്യം കവിത എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാം വളരെയധികം കഴിവുകളുണ്ട്. നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കർത്തവ്യം. അപ്പോൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ തീരണം. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം നടത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. LSS വിജയികൾക്ക് ക്യാഷ് അവാർഡ് സ്കൂൾ നൽകുന്ന ക്യാഷ് വാക്കുകളും അതുപോലെ തന്നെ ടീച്ചറിന്റെയും താല്പര്യത്തോടെയാണ് നമ്മൾ ഈ പ്രോത്സാഹന സമ്മാനം ഇപ്പോൾ നൽകുന്നത്. തുടർന്ന് ആനിവേഴ്സറിക്കും തീർച്ചയായിട്ടും നിങ്ങളെ അഭിനന്ദിക്കുന്നതായിരിക്കും. LSS വിജയികളായ കുട്ടികൾ മുമ്പിലേക്ക് കടന്നു വരിക. അഭിനവ് ഷിജോ, നിർമ്മൽ ജോസ്, ഡാർവിൻ സിബി, അക്ഷര അനീഷ്, തെരേസ ആൽബിൻ, വീണ ശാലിനി ആൻഡ് ശിവാനി കെ ജ്യോതിഷ്. അഭിനവ് ഷിജോ, നിർമ്മൽ ജോസ്, ഡാർവിൻ സിബി, അക്ഷര അനീഷ്, തെരേസ ആൽബിൻ, വീണ ശാലിനി, ശിവാനി കെ ജ്യോതിഷ്. സ്നേഹമുള്ളവരെ, 90 കുട്ടികൾ വരെ പഠിക്കുന്ന ഇടുക്കി ന്യൂമാൻ LPS പോലുള്ള സ്കൂളുകളിൽ നിന്ന് 7 LSS വിജയം മാത്രം ഉണ്ടായപ്പോൾ 16 കുട്ടികൾ മാത്രം പഠിക്കുന്ന നമ്മുടെ സ്കൂളിൽ നിന്നുമാണ് ഈ 7 കുട്ടികൾ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇങ്ങനെ ഒരു സമ്മാനവുമായി കടന്നു വന്ന ബഹുമാനപ്പെട്ട ഭീമ ജുവലേഴ്സിന്റെ ഏറ്റവും ചുമതലയുള്ള ഓഫീസർ നമ്മൾ രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. വേദിയിലിരിക്കുന്ന ശിഷ്ടാതിഥികൾ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, എന്നെ പ്രിയ അനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങൾ ഭീമ ജ്വല്ലറി കട്ടപ്പനയുള്ള എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഭീമ ജ്വല്ലറി കട്ടപ്പനയിൽ വന്നിട്ട് ആകെ 2 മാസം ആയതേ ഉള്ളൂ. അതിനോടനുബന്ധിച്ചാണ് നമുക്ക് പെട്ടെന്നൊരു ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് നടത്താനായിട്ട് സാധിച്ചത്. നമുക്ക് പെട്ടെന്ന് ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. തുടർന്ന് നമ്മളെ കൊണ്ട് സഹായങ്ങൾ ഒരുപാട് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. 100-ാം വർഷം കഴിഞ്ഞ ആദ്യത്തെ ഫോറുമാണ് നമ്മൾ കട്ടപ്പനയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളെ 2 കൈക്കും സ്വീകരിച്ചാണ് ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങൾ സ്വീകരണം തന്നിരിക്കുകയാണ്. തുടർന്നും ആ ഒരു സ്വീകരണവും സഹകരണവും കട്ടപ്പന ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരും തുടർന്നു. നന്ദി, നമസ്കാരം. കുട്ടികള് കയറി വരിക. സമ്മാനങ്ങള് സാർ വിതരണം ചെയ്യുന്നതാണ്. അഭിനവ് ഷിജോ, നിർമ്മൽ ജോസ്, ഡാർവിൻ സിബി,
അക്ഷര അനീഷ്, തെരേസ ആൽബിൻ, വീണ ശാലിനി, ശിവാനി കെ ജ്യോതിഷ്. ആരാണ്? നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് സീമോൻ ചേട്ടനാണ്. അപ്പൊ സീമോൻ ചേട്ടന് വീണ്ടും LSS വിജയികളെ തന്നെയാണ് ആദരിക്കുന്നത്. ഇപ്പൊ 3 പഠിക്കുന്ന കുട്ടികൾക്ക് LSSന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ 4ലേക്ക് കയറിയ കുട്ടികൾക്ക് മനസ്സിലായില്ലേ LSSന്റെ പ്രാധാന്യം എന്താണെന്ന്? അപ്പോ സീമോൻ ചേട്ടൻ തുടർന്ന് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ബാക്കി വെച്ച വാക്കുകൾ കുറഞ്ഞ വാക്കുകളിൽ പൂരിപ്പിക്കുന്നു. അതോടെ ബഹുമാനപ്പെട്ടവരെ, വേറൊന്നുമില്ല, നമ്മൾ സമ്മാനം കുട്ടികൾ വാങ്ങുന്നത് കണ്ടു. അവരെ പ്രാപ്തരാക്കിയ 2 മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ജിൻസി ടീച്ചറും ദീപ ടീച്ചറും പ്ലീസ് സ്റ്റേജിലേക്ക് ഒന്ന് കടന്നു വരണം. അവർക്കൊരു ചെറിയ ഉപകാരം HM നൽകുന്നതായിരിക്കും. പ്ലീസ് ദീപ ടീച്ചർ, ജിൻസി ടീച്ചർ. നിങ്ങൾക്കൊരു സന്തോഷമില്ലാതെ കൈയടിക്കുന്ന പിള്ളേരെ ഇടിക്കുന്നതിന്റെ ഫസ്റ്റല്ലേ? സമ്മാനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ദീപ ടീച്ചർ തുടർച്ചയായിട്ട് നമുക്ക് LSS USS നേടിത്തരാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചറാണ്. വളരെ സന്തോഷം ടീച്ചർ, PTAയുടെ ഭാഗത്ത് നിന്ന്. ജിൻസി ടീച്ചർ എല്ലാ കേസും കട്ടയ്ക്ക് പിടിക്കുന്നതാണ്. ടീച്ചറിന്റെ സങ്കടമുണ്ട്. ടീച്ചറിന്റെ പിള്ളേരെ ഈ വർഷം 7ാം ക്ലാസ്സിൽ എത്തിലേക്ക് പോയി, പിള്ളേര് കൂടെ ഇല്ല, അതിന്റെ സങ്കടമുണ്ട്. താങ്ക് യു ടീച്ചർ. ഈ LSS മേടിച്ച കുട്ടികൾ ഒന്നും കൂടെ സ്റ്റേജിലേക്ക് വരണം. അത് നേടി തന്ന ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും. ദീപ ടീച്ചർ വാ, കടന്നു വാ. ഓരോരുത്തരുടെ പേരെന്താ ടീച്ചറെ? പേര് പറയണ്ടല്ലോ. പഠിച്ചോ? അടുത്ത വർഷം ബാക്കിയുള്ളവരും വാങ്ങണം, ഉത്സാഹം ഉണ്ടാവണം. ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-2 കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞു. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തോളാം. വേദിയിരിക്കുന്ന ബഹുമാന്യന്റെ ഒരുപാട് തിരക്കുണ്ട്. എന്തെങ്കിലും എൻ്റെ ഒരു സ്കൂളുമായിട്ടുള്ള അടുത്ത പരിചയത്തില് തുടക്കകാലം മുതലേ ഞാൻ ഇന്ന് കാണുന്ന ഒരു സംഭവമാണ് മഹാത്മാ സംഘവും ബഹുമാനപ്പെട്ട സാറും എല്ലാ വർഷാരംഭത്തിലും കുട്ടികൾക്ക് പ്രസന്റേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത് തുടക്കത്തിലെ സംസാരിക്കാനുള്ളത് നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞത്, ഞാനിതിൽ മുരിക്കാശ്ശേരിയിലെ ഒരു 8 മണി 8:30 സമയത്ത് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സണ്ണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ എതിരെ പാസ് ചെയ്യുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്കുള്ള പ്രസന്റേഷൻ വാങ്ങാനായിട്ട് നമ്മുടെ മക്കൾക്ക് വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പേരൻസ് വാങ്ങി വീട്ടിൽ കയറിയപ്പോഴും ആ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ കുട്ടികൾക്ക് പ്രസന്റ് വാങ്ങാനായിട്ട് അദ്ദേഹം കാണിച്ച ആ ഒരു എന്താ പറയുക, ഒരു അർപ്പണ മനോഭാവം ശരിക്കും കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. കാരണം വെച്ചാൽ സാധാരണ ആളുകൾക്ക് പറ്റാത്ത ഒരു സംഭവം ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടായിട്ട് മഹാത്മാ സംഘമുണ്ട്, ശ്രീ രവിചന്ദ്രനുണ്ട്, ശ്രീ ജിമ്മി കൂടെ വന്നിട്ടുണ്ട്. എന്നാണ് നമ്മുടെ കൊച്ചു മക്കൾക്ക് ഈ പ്രവേശനോത്സവത്തിലേക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും 1 വർഷം പോലും മുടക്കം കൂടാതെ അത് എത്തിച്ചു തരുന്നതിൽ അവർ കാണിക്കുന്ന അർപ്പണ മനോഭാവത്തിന് സ്കൂളിൽ വരുന്നുള്ള
കടപ്പാടുകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സാർ നല്ലൊരു ചിത്രകാരനാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഇപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുത്തു നല്ല രീതിയിൽ മുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സേവന മനോഭാവമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹം നമ്മുടെ മക്കൾക്ക് അദ്ദേഹം പഠിച്ച അല്ലെങ്കിൽ അദ്ദേഹം അഭ്യസിച്ച തൊഴിലിൻ്റെ ഭാഗമായി ചിത്രകല അഭ്യസിപ്പിക്കുന്നതിന് ആവശ്യമായ കളിക്കൂപ്പുകളോ ഉപകരണങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. അദ്ദേഹത്തിനെ ആ കടപ്പാടുകൾ അറിയിക്കുന്നു. മാത്രമല്ല ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട സ്കൂളിലെ HM ഇന്ന് നമ്മോടൊപ്പം സന്തോഷങ്ങളെല്ലാം പങ്കിട്ട് മറ്റൊരു സ്കൂളിലേക്ക് യാത്രയാവുകയാണ്. ഒരു ഉദ്ഘാടന സെക്ഷന് മുമ്പ് ഞാൻ ആ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു അഫ്രിങ്ങാവില്ലോ എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഒരു വിഷയങ്ങളിൽ ടീച്ചറിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് വിഷയം ആദ്യം പറഞ്ഞതിന് ശേഷം പോസിറ്റീവിലേക്ക് പറയാം. ടീച്ചർ വന്നപ്പോഴത്തേക്ക് ടീച്ചർ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത ഒരാളാണ്. ഒരു പക്ഷേ ഗ്രാമീണ മേഖലയിലുള്ള പേരൻസുമായിട്ട് ടീച്ചർ ഒരു പക്ഷേ കൂടുതൽ അടുത്തിടപെടുന്ന കാര്യത്തിൽ ആദ്യം പേരൻസ് ആയിട്ടുള്ള പല ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ടീച്ചറിന്റെ കാഴ്ചപ്പാട് ആ ദീർഘദൃഷ്ടി എല്ലാം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലക്ഷ്യം കണ്ടുകൊണ്ടായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ടീച്ചറിന്റെ പഠന ശൈലി തന്നെ വേറെ രീതിയാണ്. ഇവിടെ ഈ വേദി പങ്കിട്ടപ്പോൾ പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ടീച്ചർ പ്രസന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അത് കുട്ടികളിലേക്ക് ഏൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം ടീച്ചർ ഏൽപ്പിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുകയും അത് എല്ലാ പ്രോഗ്രാമുകൾക്കും മുമ്പും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആണോ എന്ന് ഈ ഹാളിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം ഒരു സ്റ്റെപ്പ് ഉയർത്തുന്നതിന് നമ്മോടൊപ്പം സഹകരിച്ച ടീച്ചറിന് PTA ഭാഗത്തുള്ള എല്ലാ കടപ്പാടുകളും നന്ദി ടീച്ചറോട് പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി ടീച്ചർ, നന്ദി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബിസിനസ് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഭീമ ജുവലേഴ്സ് ബഹുമാനപ്പെട്ട HMന്റെ ഒരു മോണിറ്ററിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അന്നേരം നമ്മുടെ സ്കൂളിൽ വന്ന് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട വിജയ് സാറും PTA വൈസ് പ്രസിഡന്റ് സൂചിയും ഒക്കെ ആയിട്ട് സംസാരിച്ചു. തുടർന്ന് ഞാൻ സംസാരിക്കേണ്ടി വന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പഠന മികവ് കണ്ടപ്പോൾ അവർ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്നും സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസത്തിന് ഇരട്ടി മധുരമാണ് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടെ പറയാനായിട്ട് തോന്നുന്നു. വരും ദിവസങ്ങളിൽ അവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഈ പ്രോഗ്രാം വളരെ കളർഫുള്ളാക്കി കൊച്ചുമക്കൾക്ക് പുതിയ ബാഗും സംവിധാനവും ഒക്കെ ആയിട്ട് മഹാത്മാ സംഘം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് തുടർച്ചയായിട്ട് മുടക്കം കൂടാതെ എത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ചുരുക്കടി ഫാമിലിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ സ്കൂളിന്റെ ഭൗതിക സഹായങ്ങൾക്ക് തുടക്കത്തിലെ സ്ഥലം വിട്ടു നൽകുകയും ഒരു 2-3 ഫാമിലി കൂടി സ്ഥലം വിട്ടു നൽകുകയും അത് വളരെ കൃത്യമായിട്ടും ഒരു വർഷം പോലും മുടക്കം കൂടാതെ ഈ സംവിധാനം നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ചുരുക്കടി ഫാമിലിയാണ്. അവർ പ്രസന്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ലഭിച്ചവരോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കള് ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ മാതൃകയാണ്. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവർക്കും PTA ഭാഗങ്ങളുടെ കടപ്പാടുകൾ പറയുന്നു. വളരെ പെട്ടെന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത സാഹചര്യമുള്ളതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമോൻ. കുഞ്ഞിപ്പിള്ളേരെല്ലാവരും ഇരുന്ന് മടുത്തോ? ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് CM വാസു, കാരണം നിർവഹിച്ച NC ടോമിയും എൻ്റെ പ്രസിഡന്റ് ടോമി, ഇപ്പോൾ ഏറെ ബഹുമാനത്തോടെ നമ്മുടെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതാണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തെ സുദീർഘമായ സേവനം അന്വേഷിച്ച നമ്മുടെ ഹെഡ്മിസ്സസ്, മറ്റ് ടീച്ചർമാര്, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, രക്ഷകർത്താക്കളെ, ഞാൻ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ബായി കൊടുക്കുന്നതിൻ്റെ പേരിലല്ല. ആദ്യമേ ഇവിടുത്തെ ഹെഡ്മിസ്സസ് പ്രസംഗം ആരംഭിച്ചപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ടീച്ചർ ഇവിടെ ഈ കൊച്ചുപിള്ളേരുടെ മുമ്പിൽ എന്തിനാ ഈ പൊങ്ങച്ചം കാണിക്കുന്നു. പക്ഷെ
കുറച്ച് തുടങ്ങി കഴിയുമ്പോൾ പിള്ളേരോട് ചോദ്യം ചോദിച്ചപ്പോൾ അവര് പൂർണ്ണമായിട്ട് ആൻസർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പൊങ്ങച്ചമല്ല ഈ പിള്ളേരുടെ സ്റ്റാൻഡേർഡ്. ഇവിടുത്തെ ടീച്ചർമാര് കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ്. അതിൽ എനിക്ക് എൻ്റെ പിള്ളേരെ ഇവിടെ കൊച്ചു പിള്ളേരെ ഇവിടെ പഠിപ്പിക്കുന്നതിൽ അഭിമാനമുണ്ട്. ടീച്ചർമാരോട് ഏറെ സ്നേഹമുണ്ട്. ഇതിൻ്റെ വളർച്ച കഴിഞ്ഞ 50 വർഷമായിട്ട് തൊട്ടടുത്ത് നിന്ന് കാണുന്ന എനിക്ക് ഇതിൻ്റെ ഭൗതികമല്ല, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊന്നുമല്ല, ഇതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള വളർച്ച കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾക്ക് അവർക്കും നന്ദി നിങ്ങൾക്ക് അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ സീമോൻ വാസു, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ ഭാരവാഹികളുടെ ചേട്ടൻ സാമി, ഭീമ വിദേശത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, വിദ്യാഭ്യാസം എന്നത് കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇവിടെ മുൻപ് പ്രസംഗിച്ച നിങ്ങളുടെ ഹെഡ് മിസ്റ്റേഴ്സ് ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, അതുപോലെ ഷാജു പോൾ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കണക്കും സയൻസും സോഷ്യൽ സയൻസും മാത്രം പഠിക്കുന്നതല്ല. പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളും ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, വളരെ ചുരുങ്ങിയ വാക്കി സംസാരിച്ചോളാം. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ അക്ഷരമോ അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നത് മാത്രമല്ല, നമ്മളിൽ ധാരാളം കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലരെ സംബന്ധിച്ച് ചിത്രരചന നടത്താനായിരിക്കും, ചിലർക്ക് നൃത്തം ചെയ്യാനായിരിക്കും, മറ്റു ചിലർക്ക് ഗവേഷണങ്ങളിൽ ഏർപ്പെടാനായിരിക്കും. അങ്ങനെ ഓരോരോ കഴിവുകൾ നമ്മളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ അത് പലരും മനസ്സിലാക്കുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. ഇപ്പൊ നമ്മളിലുള്ള പ്രത്യേകമായ കഴിവ് ഏതാണ്, അത് കണ്ടുപിടിച്ച് വളർത്തുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും അത്യാവശ്യം. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അന്നൊന്ന് തന്നെ പഠിക്കുക. ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് പഠിക്കുക, അതിന് അവധി വെക്കാനും. പിന്നെ മൊബൈൽ ഫോൺ പോലെയുള്ള സംഗതികൾ നമ്മുടെ ചുറ്റുപാടും എപ്പോഴും ഉണ്ട്. ടി വി, മൊബൈൽ ഫോണും, അത് നമ്മുടെ പഠന സമയം അപകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ ചിത്രരചന നടത്തുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികളാണ് ഇവിടെ തരുന്നത്. അത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ ടീച്ചർമാർ പറയുന്നതും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കാണുന്നതുമായ ചിത്രങ്ങളൊക്കെ ആ ബുക്കിൽ വരയ്ക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്ത് അത് നമ്മുടെ മനസ്സിന് ഉല്ലാസം പകരുന്ന ഒരു സംഗതികളാണ്. സുകുമാരകലകളെല്ലാം നമ്മുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടുള്ളതാണ്. കാരണം നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ വലിയ ഗൗരവമായ ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മനോസമ്മർദ്ദം ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാൻ ഇതുപോലുള്ള കലകളാണ് നമ്മൾക്ക് ആവശ്യം. അത് ചെറുപ്പത്തിൽ തന്നെ നമ്മളിൽ ഒളിഞ്ഞിടക്കുന്ന ആ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് ഭാവിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചു, പ്രവേശന ഉത്സവത്തിന് പാടുന്ന പാട്ട് തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തയ്യാറാക്കിയതാണ്. വളരെ മനോഹരമായ ഗാനം. അപ്പൊ അത് ആ കുട്ടികളുടെ കഴിവ് മുന്നിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടിയിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതുപോലുള്ള കഴിവുകൾ നിങ്ങളിലും ഉണ്ട്. നിങ്ങള് കൊച്ചുകുട്ടികളായി ഇവിടെ പ്രവേശിക്കുന്നുവെങ്കിലും 7ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഡിഗ്രി എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു പ്രായപൂർത്തിയായ വ്യക്തികളായിട്ടാണ് മാറുന്നത്. അപ്പൊ ഈ നാടിനും രാജ്യത്തിനും എല്ലാം ഉപകാരപ്രദമായ വ്യക്തികളായി മാറാൻ ഉള്ള പരിശ്രമം നിങ്ങളിൽ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആരായി തീരണം, എന്തായി തീരണം എന്നുള്ള ഒരു ലക്ഷ്യബോധം നിങ്ങൾ ഈ UP ക്ലാസ്സിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും എന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട സ്കൂളിന്റെ പ്രസിഡന്റും യോഗത്തിന്റെ അധ്യക്ഷനുമായ പ്രിയപ്പെട്ട സീമോൻ വാസു, നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജിൻസി ജോയി, പ്രിയപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പോൾ, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് മെമ്പർ പ്രജിനി ടോമി, നമ്മുടെ
സ്കൂളിന്റെ പ്രധാനാധ്യാപിക ലേഖ ടീച്ചർ, ഈ യോഗം ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഭീമ ജ്വല്ലേഴ്സിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ബേബി ചേട്ടന്, അതോടൊപ്പം പ്രിയങ്കരായ PTA ഭാരവാഹികൾ, അതോടൊപ്പം കഴിഞ്ഞ 15 വർഷം മുതൽ 20 വർഷം വരെ ഈ സ്കൂളിൽ നിന്ന് സ്ഥലമാറ്റം പോലും വാങ്ങാതെ ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, അതോടൊപ്പം അധ്യാപകരും PTA ഭാരവാഹികളും ഒരു ചരടിൽ പുറത്ത മാലകൾ പോലെ പ്രവർത്തിക്കുന്ന, മുത്തുമണികൾ പോലെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട PTA ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ യോഗം 11 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 11:15 ആരംഭിച്ചു. ഇപ്പോൾ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇന്നത്തെ മനോരമയിൽ ചിന്താവിഷയത്തിൽ കൊടുത്തിരിക്കുന്നത്. വിദ്യാലയങ്ങൾ വിശുദ്ധിയുടെ ആലയങ്ങളായിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം അശുദ്ധമായതൊന്നും അവിടെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഇന്ന് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ മനോരമയിൽ ചിന്താവിഷയത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടത്തിലൂടെ ആണ് നാം കടന്നു പോകുന്നത്. അശുദ്ധമായതൊന്നും അവിടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മഹാത്മാഗാന്ധി പറയുമ്പോൾ ഇന്ന് സ്കൂളുകളിലും സ്കൂളിന്റെ പരിസരങ്ങളിലും ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു. പരിസര മലിനീകരണവും അതുപോലെ ലഹരിയുടെ വ്യാപനവും എല്ലാം സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം എത്തിയിരിക്കുന്നു. അതിനുവേണ്ടി 2 ആഴ്ചക്കാലം മാറ്റിവെക്കുന്നതിന് വേണ്ടി, ആ വിപത്തിനെ നേരിടുന്നതിന് വേണ്ടി 2 ആഴ്ചക്കാലം മാറ്റിവെക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുത്തിരിക്കുന്നു. പോലീസിന്റെയും അതുപോലെ എക്സൈസിന്റെയും നിതാന്ത ജാഗ്രത എല്ലാ സ്കൂൾ പരിസരത്തും ഉണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഭാവി തലമുറയെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് പ്രവേശനോത്സവം നടക്കുന്ന കേരള സംസ്ഥാനത്തെ ഏതാണ്ട് 12,248 സ്കൂളുകളിൽ ഈ ഒപ്പം പ്രവേശനോത്സവം നടക്കുകയാണ്. എന്നാൽ ഇന്ന് +1 അപേക്ഷ കൊടുത്ത് 4,60,000 കുട്ടികൾ +1 അപേക്ഷ കൊടുത്തിരിക്കുമ്പോൾ കേരളത്തില് പ്രവേശനോത്സവത്തിൽ 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് 3 ലക്ഷം കുട്ടികളാണ്. കുട്ടികളുടെ അത്തരം ഭാവി തലമുറ, ഇന്നലകളിലെ കേരളവും ഇന്നത്തെ കേരളവും തമ്മിൽ വലിയ മാറ്റമുണ്ടാവുന്നു. 10 വർഷം മുമ്പ് 4,60,000 കുട്ടികൾ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തുവെങ്കിൽ ഇന്ന് 3 ലക്ഷം കുട്ടികളാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കാരണം നമ്മുടെ ഒരു തലമുറയിലെ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയതിന്റെ മാറ്റമാണ് ഈ പ്രവേശനോത്സവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്നത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ച് ഗവൺമെന്റ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള ഉദ്യമത്തിൽ ചെറിയ സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ സംഘവും ഈ സ്കൂളിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയോടെ, വളരെ പ്രതീക്ഷയോടെയും വളരെ ആകാംക്ഷയോടെയും എത്തിയിരിക്കുന്ന മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും കുരുന്നുകളെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. കുട്ടികളുടെ പേര് വിളിക്കാം. 1 കുട്ടികളെ: നേഹ മരിയ ജോയി, ഹരിനാരായണൻ PA, അലീനിയ ബിജു, കേൾപോരെ അലീനിയ ബിജു, അശ്വിൻ ബിജോ, ജോഷ്വിൻ ജോസഫ് പ്രിൻസ്, ശിവന്യ അനൂപ്, ആരോൺ ലിജു, നീരജ് ലിൻസ്, ജൂബിറ്റാമോൾ അനീഷ്, ജിയാൻ ക്രിസ്റ്റോ ആൽബിൻ, ഋതുകൃഷ്ണ മനു. 11 കുട്ടികളാണ് ഈ വർഷം 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത്. ദീപ ടീച്ചറെ, ബോയ്സിനും ഗേൾസിനും ബാഗ് സെപ്പറേറ്റ് ആണ്, അതൊന്ന് നോക്കി കൊടുക്കണേ. ബോയ്സിനും ഗേൾസിനും ബാഗ് സെപ്പറേറ്റ് ആണ്. അക്ഷരമധുരം മഴവിൽ നൽകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവിൽ നൽകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന വിളിക്കോടുകളിൽ കൗതുക ലോകം വരവായി, പകർന്നോട്
സൂര്യക്കുഴിയില് മാണിച്ചേട്ടന്റെ കൊച്ചുമകന്റെ മകനായ ഗ്രിഗറിയാണ് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അവൻ വിട്ടുപോയി. വൈസ് പ്രസിഡന്റ് ശ്രീ സോജി ജോർജ് സദസ്സിലുണ്ട്. അദ്ദേഹത്തെയും സമ്മാനങ്ങൾ വിതരണം ചെയ്യാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. രക്ഷിതാക്കൾ ഇവിടെ വരെ വന്ന ഈ കുട്ടികളെ ഇതൊന്ന് വായികൊന്ന് അടുക്കി കയ്യിൽ മേടിച്ചു പിടിക്കണേ. 1ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾ. ഇനി നമുക്ക് UKG-കാർക്ക് സങ്കടം വന്നില്ലേ? നിങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ലെന്ന് ഓർത്ത വന്നോ? അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇരിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളാണെന്ന് കണ്ടോ? ഈ മുമ്പിലിരിക്കുന്ന ഈ മുമ്പിലിരിക്കുന്ന കണ്ടോ, ആദ്യമേ ഉദ്ഘാടനം ചെയ്ത സൈലോഫോൺ, പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഉള്ള സമ്മാനങ്ങളാണ്. നിങ്ങളുടെ ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം കളിച്ച് പഠിക്കാനുള്ള സാധനങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് തന്നത് കുളമാവിലുള്ള ജവഹർ നവോദയ വിദ്യാലയം എന്ന സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഹമ്മദ് റഫീഖ് ഇപ്പോൾ നമ്മുടെ അധ്യാപകനാണ്. അദ്ദേഹമാണ് നമുക്ക് മുമ്പിൽ ഈ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 3 പേരാണ്. അവര് നമുക്ക് ഒരു നല്ല ജോലിക്കാരായിട്ട് ഇപ്പോ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങളും കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ജോലിക്കാരാകും ഇല്ലേ? ജോലിക്കാരാകുമോ? ജോലി മേടിക്കുവോ? ജോലി മേടിച്ചു കഴിയുമ്പോൾ ഈ സ്കൂൾ ഇതിനെ കഴിഞ്ഞും പുരോഗമിച്ചിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് ഇവിടത്തെ കുട്ടികൾക്കോ ഒക്കെ സമ്മാനങ്ങൾ തരാനും ഒക്കെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അതിന് സന്നദ്ധരാവണം. അപ്പൊ അവരുടെ ആ നല്ല മനസ്സിനെ നമുക്ക് സ്നേഹത്തോടെ ഓർമ്മിക്കാം. ഈ സാധനങ്ങൾ എല്ലാം നമ്മുടെ സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്തു. ഇത് നമുക്ക് അവർ തന്നിരിക്കുന്നത് നമുക്ക് ഏറെ സ്നേഹത്തോടെ ആയിരിക്കാം. ഇനി നമ്മുടെ UKG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഭീമ ജൂബിലേഷ് നൽകിയ സ്വർണ്ണപ്പെട്ടി വേണ്ടേ നിങ്ങൾക്ക്? കുട്ടികളുടെ പേര് വിളിക്കാം. റയാൻ ജോ സെബാസ്റ്റ്യൻ, ആൻഡ്രിയ അബിത്, ആൻഡ്രിയ റോബി, ആദ്യാമോൾ ഉണ്ണി, ശിവാദ്യ അനൂപ്. ഇത്രയും കുട്ടികൾ കയറി വന്നേ. അമ്മമാര് ഒന്ന് കയറ്റി വിടാവോ? റയാൻ ജോ സെബാസ്റ്റ്യൻ, ആൻഡ്രിയ അബിത്, ആൻഡ്രിയ റോബി, ആദ്യാമോൾ ഉണ്ണി, ശിവാദ്യ അനൂപ്. ഈ സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് നമ്മുടെ PTA-യിലെ ഏറ്റവും നല്ല ഒരു സഹകാരിയായ സണ്ണി മുകളെ, അതുപോലെ മെൽവി എന്നിവരെ ക്ഷണിക്കുന്നു. കുറച്ച് പുതിയ കുട്ടികളുണ്ട്. ആരൊക്കെയാണ്? ആഷിൻ ബൈജു, 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തു വന്ന ആഷിൻ ബൈജു, അനാമിക ആന്റണി, ആൻഡ്രിയ അജയ്, അലക്സ് സൈജു, അഭിനവ് സതീഷ്. ഇത്രയും കുട്ടികളെയും ക്ഷണിക്കുന്നു. ആഷിൻ ബൈജു, അനാമിക ആന്റണി, ആൻഡ്രിയ അജയ്, അലക്സ് സൈജു, അഭിനവ് സതീഷ്. അഭിനവ് സതീഷ് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ അവസാന ഘട്ടത്തില് ജോയിൻ ചെയ്ത നമ്മുടെ കുട്ടിയാണ്. എല്ലാ മിടുക്കൻ കുട്ടന്മാരെയും ഏറെ സ്നേഹത്തോടെ സമ്മാനങ്ങൾ വാങ്ങാൻ ക്ഷണിക്കുന്നു.
2025-26 അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് അത് പറയാനുള്ളത്, പുതിയതായി നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന രക്ഷിതാക്കളോടും കുഞ്ഞു മക്കളോടുമാണ്. ഇന്ന് ഈ പ്രവേശനോത്സവത്തോടൊപ്പം നിങ്ങൾ ഉപ്പുതോട് ഗവൺമെന്റ് UPSന്റെ ഭാഗമായിരിക്കുകയാണ്. അതായത് ഈ കുഞ്ഞു കുടുംബത്തിന്റെ ഓരോ അംഗങ്ങളായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ കുടുംബത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഇത് വേറിട്ട ഒരു കുടുംബമായി നിങ്ങൾ വിചാരിക്കില്ല. ഇന്ന് മുതൽ നിങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സജീവ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ PTA പൊതുയോഗം വിളിക്കും. ആ പൊതുയോഗത്തിൽ പുതുതായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും ഈ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷനായിരുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സീമോൻ വാസു, അദ്ദേഹം 2 വർഷമായി നമ്മുടെ PTA പ്രസിഡന്റാണ്. അതിനു മുമ്പ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മര്യാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഈ സ്കൂളിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം പല രീതിയിൽ ജനപ്രതിനിധിയായും PTA പ്രസിഡന്റായും നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ എന്ത് കാര്യം എപ്പോൾ വിളിച്ച് പറഞ്ഞാലും നമ്മോടൊപ്പം ആയിരിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി ഈ സ്കൂളിനെ ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സീമോൻ വാസുവിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയും നല്ല അർത്ഥവത്തായ വാക്കുകൾ പറഞ്ഞ് നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്ത നമ്മുടെ മര്യാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിൻസി ജോയ് അവർ. നമുക്കറിയാം, 4.5 വർഷക്കാലത്തോളമായി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും തുണയായി നിന്ന് നല്ലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് നമ്മുടെ സ്കൂളിനെ പ്രത്യേകിച്ച് പരിഗണിച്ച് ഇവിടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് എന്ത് തിരക്കാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ആയിരിക്കാൻ ശ്രദ്ധിക്കുന്ന ബഹുമാനിയായ ശ്രീ ജിൻസി ജോയ് അവർക്ക് ഏറെ ഹൃദ്യമായി നന്ദി പറയും. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു പോൾ സാർ, അദ്ദേഹം നല്ലൊരു വാഗ്മിയാണെന്ന് തന്നെ ഞാൻ പറയും. വളരെ തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കുഞ്ഞു മക്കൾക്ക് നന്നായി മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും അദ്ദേഹത്തിന് നല്ലൊരു വാക്ചാതുര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഏറെ സ്നേഹത്തോടെ ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ നന്ദി അർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ മര്യാപുരം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നമ്മുടെ സ്വന്തം പോലെ നമ്മുടെ അടുത്തുള്ള വാർഡിലാണെങ്കിൽ പോലും നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രീമതി പ്രിജിനി ടോണി നമ്മോടൊപ്പമുണ്ട്. എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഒരു മണിയും കൂടാതെ നമ്മോടൊപ്പം ആയിരിക്കുവാനും സന്തോഷം പങ്കിടുവാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ശ്രീ പ്രിജിനി ടോണി അവർക്ക് ഏറെ ഹൃദ്യമായി നന്ദി. ഇനിയും നന്ദി പറയേണ്ടത് നമ്മുടെ HM-നാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു സ്കൂൾ എന്തായിരിക്കണം, ഒരു HM എങ്ങനെയായിരിക്കണം എന്ന് ഒരു നല്ല ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ലേഖ ടീച്ചർ. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ ലേഖ ടീച്ചറാണ്. ലീന ടീച്ചർ പറഞ്ഞതുപോലെ ഒട്ടും സന്തോഷമില്ലാതെ ഒത്തിരി കുശുമ്പോടെ നമ്മൾ ഇന്ന് ടീച്ചറിനെ നമ്മുടെ സ്കൂളിൽ നിന്നും യാത്രയാക്കുകയാണ്. ഞങ്ങൾക്ക് തന്ന പിന്തുണയ്ക്ക്, ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി കരുതിയ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഈ ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ യോഗത്തിന്റെ പേരിൽ ടീച്ചറിന് നന്ദി അറിയിക്കും. ഇനിയും നമുക്കറിയാം, ഒരു സ്കൂള് സ്ഥിതി ചെയ്യുന്ന നാട് അത് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് അവിടെ നിലനിൽപ്പുള്ളൂ.
ഉപ്പുതോട് ഗവൺമെന്റ് യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും, ഈ നാട് നമ്മോടൊപ്പമുണ്ട്. എന്നും എപ്പോഴും കൈത്താങ്ങായി എന്ത് പ്രശ്നങ്ങളിലും നമ്മോടൊപ്പം ഈ നാട്ടുകാരുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ പ്രവേശനോത്സവത്തിൽ. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് 12 വർഷമായി. ഈ 12 വർഷവും ഞാൻ കാണുന്ന മുഖങ്ങളാണ് നമ്മുടെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ദേവിചേട്ടനും തണ്ണിച്ചേട്ടനും അതുപോലെ എബ്രാഹിം സാറും. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പഠന സാമഗ്രികൾ എല്ലാ വർഷവും പ്രവേശനോത്സവത്തിൽ അവര് നമ്മളുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട്. എല്ലാ വർഷവും വിളിച്ചു ചോദിക്കും, നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും വിളിച്ചു ചോദിക്കും, ഈ വർഷം എത്ര കുട്ടികളുണ്ട്, എത്ര ബാഗ് വേണം, എത്ര കുട വേണം, എത്ര ഡ്രോയിങ് ബുക്ക് വേണം. അത് ഇങ്ങോട്ട് ചോദിച്ച് നമ്മുടെ സ്കൂളിന് കൈത്താങ്ങായി നമ്മുടെ ഈ നാടിന്റെ സപ്പോർട്ട് നമുക്ക് തരുന്ന രവിചേട്ടനും തണ്ണിച്ചേട്ടനും എബ്രാഹിം സാറിനും ഏറെ ഹൃദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ നന്ദി പറയുന്നു. ഇനിയും നന്ദി അർഹിക്കുന്നത് നമ്മുടെ മുമ്പിൽ പുതുതായി വന്നിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ചേർക്കാൻ സന്മനസ് കാണിച്ച നമ്മുടെ പേരൻസ് ആണ്. ഞങ്ങൾ അഭിമാനപൂർവ്വം ഓർക്കുന്നു, ഒരു കുട്ടി ഈ സ്കൂളിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സ്കൂളിൽ തന്നെ ചേർക്കുവാൻ ഈ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. അത് നമ്മുടെ കുടുംബത്തിന്റെ വിജയമായി ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി നോക്കിക്കൊള്ളാം. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതുന്നുവോ അതുപോലെ തന്നെ ഈ പകൽ സമയത്ത് നിങ്ങളുടെ സ്കൂളിലേക്ക് അയക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കരുതിക്കൊള്ളാം. ധൈര്യമായി ഇരുന്നുകൊള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം. അങ്ങനെ ഒരു വാക്ക് തരുന്നു. അപ്പോൾ നിങ്ങളെ ഏവരെയും ഈ ഉപ്പുതോട് ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും ഒപ്പം നന്ദി പറയുകയും ചെയ്യുന്നു. ഇനിയും നമ്മൾ ഒത്തിരി അഭിമാനപൂർവമായ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും LSS USS വിജയികളുടെ നമ്മൾ ഒത്തിരി അനുമോദിച്ചു. അതുപോലെ എനിക്കും നമ്മുടെ ദീപ ടീച്ചറിനും പ്രത്യേകം അനുമോദനവും കിട്ടി. ഈ അനുമോദനം ഞങ്ങൾ രണ്ടുപേരും മാത്രം അർഹിക്കുന്നതല്ല. ഈ സ്കൂളിൽ കൊണ്ടുവരുന്ന ഒരു കുട്ടിയും 4ാം ക്ലാസ്സിലേക്കോ 7ാം ക്ലാസ്സിലേക്കോ അല്ല ചെയ്യുന്നത്. അവരെ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒത്തിരി, അതായത് അതിന് പുറകില് ചെറിയ ക്ലാസ്സുകളിലെ ധാരാളം നല്ലവരായ അധ്യാപകർ നമുക്കുണ്ട്. കഥയിൽ കൊണ്ടേ വളം വെച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതിന്റെ അടിത്തറ ബേസ് സ്ട്രോങ് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നേട്ടങ്ങൾ പടുത്തുയർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ അധ്യാപകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ ദീപ ടീച്ചർ, ലീന ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ ഉപ്പുതോട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ദീപങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇവ അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഒപ്പം നമുക്കറിയാം 2 കുട്ടികൾക്കാണ് ഈ പ്രാവശ്യം നമ്മൾ ഫുൾ A+ SSLC പരീക്ഷയ്ക്ക് ലഭിച്ചത്. അവര് ഓൾറെഡി അൽക്ക സമ്മാനം വാങ്ങിച്ചു. ഇനി ഉള്ള കുട്ടി ലയന അനിൽകുമാറാണ്. അവർ 2 ഇടത്ത് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സമ്മാനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ലയനയെ പ്രത്യേകം ക്ഷണിക്കും. ലയനയ്ക്ക് സമ്മാനം കൈമാറാനായി നമ്മുടെ നരിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കും. നടപടി പ്രസിദ്ധീകരിക്കുക.